വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായത്. മണ്ണുണ്ടി ഭാഗത്ത് നിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങി. ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആനയെ കർണാടകത്തിലേക്ക് കടത്തിവിടാൻ ശ്രമമെന്നാരോപിച്ച് ബാവലിയിൽ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. മണ്ണുണ്ടിയിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നു. ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ സജോ? രജിത, വനം വകുപ്പ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഈ മണ്ണുണ്ടിയിൽ പരിശോധന നടത്തിയതിനു ശേഷമുള്ള അവർ തിരികെ മടങ്ങിപ്പോകാൻ, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് തിരികെ മടങ്ങിപ്പോകാനാണ് ശ്രമിച്ചത്. അതിനിടെയാണ് വലിയ പ്രതിഷേധം ഈ പ്രദേശത്തെ ആളുകൾ നടത്തിയത്. സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. കുങ്കിയാനകളുമായി ഉൾക്കാട്ടിലേക്ക് കടന്ന് നിരീക്ഷണം, പരിശോധന ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുകൂലമായ സാഹചര്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ ദൗത്യം ഉപേക്ഷിക്കുകയാണ്. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായി മാറുന്നത്. മണ്ണുണ്ണി ഭാഗത്തുനിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങിയിരിക്കുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സജോ ദേവസ്യ തുടരുന്ന വിവരങ്ങളുമായി. സജോ, തുടരാം. സജോ, രജിത, നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ലേ, എന്താണ് ഇവിടെ ഇങ്ങനെ പ്രതിഷേധത്തിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഇന്നലെ ആന വന്നതിന്റെ ശേഷമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അതെ അതെ അതെ, അതാണ് നമുക്ക് വേണ്ടത്. മനുഷ്യർക്ക് സുരക്ഷ വേണം. കാരണം അവർ 5 മണിയായപ്പോഴത്തേന് പോയി എന്താ പറയാ, ഒരാളെ പോലും എന്നാ പിന്നെ അവർ പറയാ ഇന്ന പെട്ടെന്ന് അവിടെ ആനയുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് ഇരുമ്പുപാലം മണ്ണുണ്ടി പ്രദേശത്തിന്റെ നടുക്കാണ് ആന ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് ആന മാഞ്ഞു പോകുന്നുള്ളൊരു സംവിധാനങ്ങൾ ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് മറുപടി കോളനിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള നിവാസികൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തിട്ടാണ് പോവേണ്ടത്. അതൊന്നും ചെയ്യാണ്ട് അതാണ് അവർ ചെയ്തത് എന്നറിയോ. ഒന്നില്ലെങ്കിൽ കോളനിക്കാരോട് പറയാം. കാരണം ഇന്ന് ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി സുരക്ഷിതമായി ഇന്ന് ദൗത്യം പൂർത്തിയാക്കിയ സമയത്ത് ഞങ്ങൾ ഈ കോളനിവാസി ഇവിടെ കോളനി ഈ പ്രൈവറ്റ് ഏരിയയിലും കോളനി ഭാഗത്തിൽ ആൾക്കാരുണ്ടാവും, സുരക്ഷിതമായിട്ട് ആൾക്കാർ കാവൽക്കാരോ ആൾക്കാരുണ്ട് എന്ന് പറയണമായിരുന്നു. അത് ആ ഒരു ഉത്തരവാദിത്തം ഇവരെ ഏറ്റിട്ടില്ല. ആ ഒരു വന്ന് വണ്ടി കയറി അങ്ങ് പോവുക ചെയ്യുക. അതെന്നാണോ ഇവിടുത്തെ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ ഇവർ പോയി കിടക്കും. ഈ കോളനിക്കാരെന്താക്കും? അതാണ് അവർ പറയുന്നത്. നമുക്ക് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ കാണാം, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമെല്ലാം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനമെല്ലാം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ സഞ്ചരിച്ച അവർ പോകാൻ വേണ്ടി കയറിയ വാഹനമാണ്. ആ വാഹനം ഉൾപ്പെടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറിയില്ല. തങ്ങളുടെ ഈ ദൗത്യം സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വ്യക്തതയില്ല, ദൗത്യത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു വ്യക്തതയുമില്ല, അതിലൊരു മറുപടി പറയാൻ തയ്യാറല്ല. ആന ഇപ്പോഴും മണ്ണുണ്ടി ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ആന ജനവാസ മേഖലയിലേക്ക് കയറുകയില്ലേ? അങ്ങനെ കയറിയാൽ ജനങ്ങൾക്ക് സുരക്ഷയുണ്ടോ? ഉറപ്പില്ലാതെ നടക്കൂല. ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഡീഫ് ഉള്ളവർ വന്നാൽ പോരാ. ഇതിന്റെ തീരുമാനം, ഈ ആനേന്റെ തീരുമാനം ഇത് കണ്ടോ. ഇവരൊക്കെ പേടിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതാണ് മനുഷ്യരല്ലേ. രജിസ്റ്റർ വന്നോട്ടെ, നമ്മുടെ വാട്ടേഴ്സ് രജിസ്റ്റർ വരട്ടെ, പറയട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ഡി എഫ് വരിക സത്യം ഇതിപ്പോൾ നമ്മൾ പുറത്ത് താമസിക്കുന്നവരാണ് അക്കരെ. ഇതിപ്പോൾ എപ്പോൾ വരുന്ന ഇറങ്ങുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരാനെ പിടിക്കണം, അതാണ്. ഈ ആനനെ പിടിക്കണം. അല്ലെങ്കിൽ ഇത് ഒരാളെ കൊന്നിട്ട് വന്ന ആനയാണ്, അത് പാഞ്ഞ് നടക്കും. കൊന്ന ആനയുണ്ടല്ലോ എവിടെ നിൽക്കൂല, പാഞ്ഞ് തന്നെ നടക്കും. അത് കൊന്ന ആളുടെ അടുത്തും പോകും. കാര്യങ്ങളൊന്നും പറയാതെ ഇവർ വേഗം പോകുന്നു. കൊന്ന ആളുടെ അടുത്തും പോകും. ഞാനാ
ആ ഞാൻ കൊന്നാണ്ടടുത്തും പോകും. അതാണ് ഇവിടെ ആളുകളൊക്കെ ഇവിടുത്തെ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു സുരക്ഷ ഇല്ലെന്നാണോ? നമുക്കൊരു സുരക്ഷിതയില്ല, അതന്നെ നമ്മൾ പറയുന്നുള്ളൂ. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ അവരോട് സാറുമാർ നമ്മളോട് സഹകരിക്കുക, നമ്മൾ അങ്ങോട്ട് സഹകരിക്കുക. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. ആനയെ കർണാടകത്തിലേക്ക് കടത്തിവിടാൻ ശ്രമം എന്നാരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. വനംവകുപ്പ് കൈയൊഴിയാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വിമർശനവും അവർ സജീവമായി ഉയർത്തുന്നു. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, അതുകൊണ്ട് രൂപപ്പെടുന്ന പ്രതിഷേധം എന്നാണ് അവരതിനെ വിശദീകരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, തുടരാം. സജോ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിച്ച് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. സുരക്ഷ ഉറപ്പാക്കാതെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഉദ്യോഗസ്ഥരെ തടഞ്ഞ് അവിടെയുള്ള നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. കാലങ്ങളായി അവർ ഉയർത്തുന്നൊരു പ്രശ്നം, അതിനിടയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. എന്നിട്ടും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി നടന്ന നടപടികളെ വിശദീകരിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അവർ ഇന്നത്തെ ദൗത്യം പൂർത്തിയാക്കി, അത് ജനങ്ങളോട് വിശദീകരിക്കാതെ മടങ്ങുന്നു എന്നുള്ള വിമർശനവും പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, വിവരങ്ങൾ എന്താണ് സജോ? രജിത്ത്, ഇപ്പോഴും ഇവിടെ മണ്ണുണ്ടിയിൽ പ്രതിഷേധം തുടരുകയാണ്. നാട്ടുകാർ പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകളൊക്കെയുണ്ട്. ഇവിടെ ഒരു ആദിവാസി സെറ്റിൽമെന്റ് അടക്കമുള്ള മേഖലയുണ്ട്. നെല്ലൂരിൽ മാത്രം ഏതാണ്ട് ഈ തൊട്ടടുത്ത് വനമേഖലയുടെ തൊട്ടടുത്ത് ഒരു ഭാഗത്ത് മാത്രം 50ഓളം വീടുകളുണ്ട്. മറുഭാഗത്ത് മറ്റൊരു കോളനി ഉൾപ്പെടെയുണ്ട്. അതായത് ഇത്രയും വീടുകളുള്ള ഒരു ജനവാസ മേഖലയാണ്. മണ്ണുണ്ടിയിൽ ഇന്ന് ഇപ്പോൾ ഈ ദൗത്യ സംഘം പെട്ടെന്ന് തിരികെ മടങ്ങുന്നു. എന്തെങ്കിലും ഒരു മറുപടി വേണം. ഇവിടെ ഒരു സ്ഥിരമായ സാന്നിധ്യം, RRT സംഘത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ വാച്ചർമാരുടെ സാന്നിധ്യം സ്ഥിരമായി ഉറപ്പാക്കണം എന്നതാണ് ഉദ്യോഗസ്ഥരോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവർ ഇവിടുത്തെ ദൗത്യം ഏതായാലും ഇന്ന് ദൗത്യം ദുഷ്കരമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ദൗത്യം ഏതായാലും നിർത്താൻ തീരുമാനിച്ചത്. അതായത് പിന്തുടരുന്നെങ്കിലും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കി, ഒപ്പം വനത്തിന്റെ സ്വഭാവം, ടെറൈൻ ഇതൊക്കെ പരിഗണിച്ച് ഏതായാലും അത് അപ്രായോഗികമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ നാളെ മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ. ഇതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ, റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ DFO ഇല്ല. റേഞ്ച് ഓഫീസർ പറയുന്നൊരു കാര്യം, താനല്ല ഇതിന് മറുപടി പറയേണ്ടത് എന്നതാണ്. DFOയോട് ചോദിക്കുക, സ്ഥലം DFOയോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും റേഞ്ച് ഓഫീസർമാരെ ഉൾപ്പെടുത്തിയാണ് വിപുലമായ സംഘം രൂപീകരിച്ചത്. ആ സംഘമാണ് ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് മടങ്ങിയത്. അതിനിടെയാണ് ഈ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിട്ട് മണ്ണുണ്ടിയിലെ ജനങ്ങൾ, നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. സജോ ദേവസ്യാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം അതാണ് ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് സുരക്ഷയൊരുക്കാതെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇന്ന് മയക്കുവെടിവെച്ച് പിടികൂടാൻ അനുകൂലമായ സാഹചര്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ദൗത്യസംഘം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ ഇത് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഉദ്യോഗസ്ഥരെ തടഞ്ഞുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു.